അള്ളാഹു ചോദിക്കുകയാണ്, മരിച്ചതിന് ശേഷം എനിക്ക് ജീവൻ തരാൻ പറ്റൂല എന്നാണോ വിചാരിക്കുന്നത്? വഹുവൽ ഖല്ലാഖുൽ അലീം, എല്ലാം പടക്കാൻ കഴിവുള്ളവനും എല്ലാം അറിവുള്ളവനുമാണല്ലോ അള്ളാഹു. എങ്ങനെയൊക്കെ പടക്കണം, എന്തെല്ലാം വേണമോ ആ ഇൽമുകൾ മുഴുവനും അള്ളാഹുവിന്റെ ദാത്തിന്റെ, അവന്റെ എസൻസിന്റെ ഭാഗമായ അള്ളാഹുവിന്റെ സിഫത്തുകളാണ്. ഖൽഖും ഇറാദത്തും ഇൽമും എല്ലാം അള്ളാഹുവിനെ അതിജയിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ലല്ലോ. ഈ പ്രപഞ്ചം അള്ളാഹു പടച്ചില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ എങ്ങനെ അറിയും? അള്ളാഹുവിനറിയാനുള്ള ചൂണ്ടുപലകകളാണ് നമ്മൾ കാണുന്നതൊക്കെ. ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. യാ മൻ അംറുഹു ബൈനൽ കാഫി വന്നൂൻ, കാഫിന്റെയും നൂനിന്റെയും ഇടയിൽ സ്വന്തം കൽപ്പനകൾ ആക്കി വെച്ചവനെ അല്ലാഹുവേ എന്ന് പറയാറുണ്ട്. കുൻ, ഉണ്ടാവുക എന്ന് അള്ളാഹു പറയുകയോ ഉദ്ദേശിക്കുകയോ വേണ്ടു, അപ്പോഴേക്കും കാര്യങ്ങൾ നടക്കുകയായി. അള്ളാഹുവിന് വല്ല പ്രയാസവുമുണ്ടോ? ഈ പ്രപഞ്ചത്തെ പടക്കാനും കുൻ മതി, മനുഷ്യനെ പടക്കാനും കുൻ എന്ന വചനം മതി, എന്ത് നടക്കാനും കുൻ എന്ന വചനം മതി. ഇന്നമാ അംറുഹു, തീർച്ചയായും അള്ളാഹുവിന്റെ കാര്യം, ഇദാ അറാദ ശൈഅൻ, ഒരു വസ്തുവെ അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഷൈ എന്ന് പറഞ്ഞ വസ്തു എന്ന് പറഞ്ഞത് മാ യശാഉ, ഒരു മനുഷ്യൻ ഒരാൾ ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാവുന്നതിനാണ് ഷൈ എന്ന് പറയാ. അള്ളാഹുവിനെ സംബന്ധിച്ച് ഷൈ എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ദാത്ത് മറ്റാരോ പടച്ചതല്ല. അള്ളാഹുവിന്റെ ദാത്ത്, അവന്റെ ദാത്ത് എന്നെന്നും എല്ലാ അസലിൽ നിന്നും അബദിലേക്ക് എന്നെന്നും നിലനിൽക്കുന്നതും അവനില്ലാത്തൊരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഷൈഅ് എന്ന് പറയും. ബാക്കിയൊക്കെ ഉണ്ടാവണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ ഉണ്ടായതാണ്. നമ്മളൊക്കെ ഷൈഅ് എന്ന് പറയാം. എല്ലാ സാധനങ്ങളും ഷൈആൻ. മാസിവൽ ബാരി, അള്ളാഹു ഒഴികെ മുഴുവൻ കാര്യങ്ങളും ഷൈആൻ. അള്ളാഹുവിന് ഒരു കാര്യം, ഒരു ഷൈഅ് അവൻ ഉദ്ദേശിച്ചാൽ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ, അള്ളാഹു ഉദ്ദേശിക്കണം. അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനോട് അള്ളാഹു പറയലാണ്. പറയുക പോലും വേണ്ടെന്നാണ്, പക്ഷേ പറയും. നമുക്ക് വഴി വിശദീകരിക്കാം എന്താണ് അങ്ങനെ പറയാൻ കാരണം. അയ്യഖൂല ലഹു കുൻ ഫയകൂൻ, ഉണ്ടാവുക എന്ന് അള്ളാഹുവിന് പറയുകയേ വേണ്ടൂ. അല്ലെങ്കിൽ ഒരു വസ്തുവെ അള്ളാഹു തആല ഉണ്ടാവുക എന്ന് ആ വസ്തുവിനെ കുറിച്ച് അള്ളാഹു തആല ഒന്ന് തീരുമാനിക്കുകയെ ഉദ്ദേശിക്കുകയേ വേണ്ടൂ. ഫയകൂനു, അപ്പോഴേക്കും ആ സാധനം ഉണ്ടാകുന്നു. ഇതാണ് അള്ളാഹുവിന്റെ ലോകം. എന്ന് പറയും അള്ളാഹുവിന്റേത് കുൻ ഫയകൂൻ ഫാക്ടറിയാണ്. അങ്ങനെയാണ് കുൻ ഫയകൂൻ. ആ ഫാക്ടറി ലോകത്ത് ആർക്കില്ല. എന്നിട്ടൊന്നും സ്വലാത്തല്ലേ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എഴുന്നേറ്റപ്പോ എത്രയോ അവയവങ്ങൾ, ഞരമ്പുകൾ രക്തം പാസ് ചെയ്തു. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിർജീവമായി കിടന്നിരുന്ന ഞരമ്പുകൾ നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുമ്പോൾ ഞരമ്പിലേക്ക് രക്തം പമ്പ് ചെയ്തു. ഇപ്പോഴാണ് എഴുന്നേൽക്കാൻ പറ്റുന്നത്. നിങ്ങൾ കാല് മടങ്ങിക്കയറുന്നു, അത് നിവർത്തി വെച്ച് നിൽക്കുകയാണ്. നിങ്ങളുടെ ബോഡി ഇപ്പോൾ ബാലൻസിലാണ്. ചെവിന്റെ ഉള്ളിൽ അള്ളാഹു ഒരു ഫ്ലൂയിഡ് വെച്ചിട്ടുണ്ട്. അത് തകരാറിലായ മറിഞ്ഞു വീഴും മനുഷ്യൻ. അത് കൃത്യമായിട്ടുണ്ട്. നിങ്ങളുടെ കൈ വേറെ എങ്ങനെയോ ആയിട്ട് നിങ്ങൾ സ്റ്റഡിയായി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ പ്രവർത്തിക്കാൻ പറഞ്ഞോ? അപ്പോഴാണോ നിങ്ങൾ എഴുന്നേറ്റത്? അല്ല, എപ്പോഴാണ് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിച്ചത്? ഈ എഴുന്നേൽക്കുക എന്ന വലിയൊരു പണിക്ക് നിങ്ങളിപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞോ ബ്രെയിൻ കൊടുക്കണം, ചോര കൊടുക്കണം, എന്റെ കാൽമുട്ടിലേക്ക് ഞാൻ എഴുതി നിൽക്കാൻ പോവാൻ. നിങ്ങൾ നിങ്ങളുടെ ഞരമ്പിനോട് ഏത് ഞരമ്പുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞോ? ഇല്ല. നിങ്ങൾ പറഞ്ഞോ ശരീരത്തോട്, ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വീഴാതെ നിർത്തണേ, ഞാൻ എഴുന്നേൽക്കാൻ പോവാണ്, ശരീരത്തോട് പറഞ്ഞോ? ഇല്ല. എന്താ അവിടെ സംഭവിച്ചത്? എഴുന്നേൽക്കണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഉദ്ദേശിച്ചപ്പോഴേക്ക് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റി. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് സാധ്യമാണെങ്കിൽ കുൻ ഫയകൂൻ, അള്ളാഹുവിന്റെ ലോകത്ത് നിങ്ങൾക്ക് സംശയിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ? ഇതാണ് അള്ളാഹുവിന്റെ. ഇത് മനുഷ്യൻ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ലേ?
നിങ്ങൾ കിടക്കുന്നുണ്ട്, ശരീരം മുഴുവനും കടത്തി വെക്കണം, ബെഡിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ നിയത്ത് ചെയ്യുന്നുണ്ടോ, ഞാൻ കിടക്കാണ് ഇപ്പോൾ, അതുകൊണ്ട് ശരീരമേ വീഴല്ലേ? നിങ്ങൾ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ഇറാദത്ത് മാത്രമാണ്. നിങ്ങൾ ശരീരത്തോട് ഒന്നും പറയുന്നില്ല. ഈ ശരീരത്തിന്റെ ഏതൊക്കെ ഞരമ്പുകളും നാഡികളും പ്രവർത്തിക്കണം. നിങ്ങൾ ആരും ശരീരത്തോടൊന്നും പറഞ്ഞിട്ടില്ല. നടക്കണമെന്ന് തോന്നിയപ്പോൾ നടന്നു, പറയണമെന്ന് തോന്നിയപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഓടണമെന്ന് തോന്നിയപ്പോൾ ഓടി. ഇതൊക്കെ നിങ്ങളുടെ ഇറാദത്ത് കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ, അല്ലാഹു വല്ലതും ഉദ്ദേശിച്ചാൽ കുൻ ഫയകൂൻ. പിന്നെ അല്ലാഹുവിന് വല്ല പ്രയാസവും ഉണ്ടോ? മനുഷ്യൻ അല്ലാഹുവിന് കൊടുക്കുന്നില്ലേ? ഇതാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ഒന്നും അറിയാത്ത കുഞ്ഞിനറിയില്ല ഞാൻ ഓടണമെങ്കിൽ പേശി വേണം. ചെറിയ കുഞ്ഞ്, 1 വയസ്സുള്ള കുട്ടി, 2 വയസ്സുള്ള കുട്ടി, 6 മാസം പ്രായമുള്ള കുട്ടി നടക്കാൻ ഉദ്ദേശിക്കുന്നേ ഉള്ളൂ, അപ്പോഴേക്കും കുട്ടി നടക്കുകയായി. കുട്ടി ഉരുണ്ട് മറിഞ്ഞ് കളിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, കളിക്കുകയായി. കുട്ടി കിടക്കാൻ ഉദ്ദേശിക്കുമ്പോൾ കിടക്കുകയായി. കുഞ്ഞ് ശരീരത്തോട് കമാൻഡ് ചെയ്തോ ശരീരം ഇങ്ങനെയൊക്കെ നിൽക്കണമെന്ന്? ഇല്ല. കുഞ്ഞിന് പോലും ഖൽബിന്റെ ഉള്ളിൽ ഇറാദത്ത് കൊടുത്തവനാണ് അല്ലാഹു. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ ഇറാദത്തിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ഇന്നമാ അംറുഹു, തീർച്ചയായും അല്ലാഹുവിന്റെ കാര്യം, ഇദാ അറാദ ഷൈഅൻ അൻ യഖൂ ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു, അതിനോട് പറയലാണ്. കുൻ, ഉണ്ടാവുക എന്ന് പറയലാണ്. പറയുക എന്നവിടെ നിർബന്ധമില്ല, അല്ലാഹുവിനെ ഉദ്ദേശിച്ചാൽ മതി. ഫയകൂൻ, അത് ഉണ്ടാവുകയായി. എന്തേ അല്ലാഹു പറയലാണെന്ന് പറയാൻ കാരണം അവിടെ ഉദ്ദേശിക്കുകയാണെന്നാണ്. ഉണ്ടാവുക എന്ന് ഉദ്ദേശിച്ചാൽ മതി, അതപ്പോഴേക്കും ആവലായി. മനുഷ്യൻ ശരീരത്തോട് പറഞ്ഞാൽ പോലും ശരീരം കേൾക്കാത്ത അവസ്ഥ വരും. അള്ളാഹുവിന് അങ്ങനല്ല. അള്ളാഹുവിന്റെ ശക്തികളോട് ഉണ്ടാവുക എന്ന് അള്ളാഹു പറഞ്ഞാൽ അവ ഉണ്ടാകുമെന്ന വിഷയം ഉറപ്പാണ്. മനുഷ്യന്റെ വിഷയം അങ്ങനെയല്ല. എന്തുകൊണ്ടല്ല? 80 വയസ്സുള്ള ഒരു മനുഷ്യൻ എഴുന്നേൽക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, ശരീരത്തോട് നീ എഴുന്നേൽക്കുക എന്ന് പറയുന്നുണ്ട്, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അയ്യും കാലൊക്കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. കിടക്കുന്ന ഒരു രോഗിക്ക് ഒന്ന് എഴുന്നേറ്റിരുന്ന് മരുന്ന് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഉദ്ദേശമുണ്ട്, ഇറാദത്തുണ്ട്. ശരീരത്തോട് പറഞ്ഞാൽ അത് നടക്കൂല. മനുഷ്യൻ പറഞ്ഞാൽ ശരീരം കേട്ടുകൊള്ളണമെന്നില്ല. അള്ളാഹു പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖൽഖ് സത്യത് കേൾക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അൻ യഖൂല ലഹു, അള്ളാഹുവിന് പറയുകയേ വേണ്ടൂ. നിങ്ങൾക്കും പറയാം, പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല. അതുകൊണ്ടാണ് രോഗിയായ ആൾക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തത്, നടക്കാൻ പറ്റാത്തത്, ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റാത്ത. ഉദ്ദേശമുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ നടക്കണമെന്നില്ല, പക്ഷെ ചിലത് നിങ്ങളുടെ ഉദ്ദേശം കൊണ്ട് നടത്താൻ അള്ളാഹു നിങ്ങൾക്ക് തന്നെ കഴിവ് തന്നിരിക്കെ അള്ളാഹുവിന്റെ ഇറാദത്തിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അള്ളാഹുവിന്റെ ലോകം നമ്മൾ വിചാരിക്കുന്ന ലോകമല്ല. നിങ്ങൾക്ക് അള്ളാഹു കഴിവെന്ന് ഉദ്ദേശിച്ചാൽ ചെയ്യാൻ അള്ളാഹുവിന് ചെയ്തൂടെ? അതുകൊണ്ടാണ് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഉണ്ടാവുക എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയെ വേണ്ടൂ, അപ്പോഴേക്കും അത് ഉണ്ടാവുകയായി. അത് മാത്രമല്ല, ഉള്ള ഒരു വസ്തുവിനോടാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റുള്ളൂ. ഇല്ലാത്തൊരു വസ്തുവിനോട് സംസാരിക്കാൻ പറ്റുമോ? നമ്മൾ ഇല്ലായ്മയിൽ നിന്നൊരു വസ്തുവിനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആരോടാണ് ഈ വാക്ക് ബാധിക്കുന്നത്? ആരോടാണ് നിങ്ങൾ പറയുന്നത്? എന്തിനോ? ആ വസ്തു അവിടെ ഇല്ലല്ലോ. ആ വസ്തു ഇല്ലാതിരിക്കെ എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റും? അള്ളാഹുവിന്റെ ദാത്തിൽ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ ആലമുൽ അംസാൽ എന്ന് പറയുന്നൊരു ലോകമുണ്ട്, ആലമുൽ മിസാൽ. അതായത് ലോകത്ത് ഇനി ഉണ്ടാവാൻ പോകുന്ന വസ്തുക്കൾ മുഴുവനും അള്ളാഹുവിന്റെ ആലമുൽ മിസാലിൽ ഉള്ളത് തന്നെയാണ്. പറയും അള്ളാഹു കുൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയാണ്. ഒരു വസ്തു ഉണ്ട് അള്ളാഹുവിന്റെ ആലമുൽ മിസാലിൽ. വസ്തുക്കളെല്ലാം വുജൂദിൽ തന്നെയാണ്, എല്ലാം ഉണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കുൻ എന്ന ഇറാദത്ത് അങ്ങ് ബന്ധിച്ചാൽ അത് നമുക്ക് കാണുന്ന അവസ്ഥയിലേക്ക് വരികയായി. അതുകൊണ്ടാണ് ഇന്ന ലില്ലാഹി ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ യഖ്ഫിദു അഖ്വാമൻ വയർഫഉ ആഖരീൻ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സംഭവത്തിലെ അള്ളാഹു ഓരോ ദിവസവും ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. സൂറത്തുൽ റഹ്മാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ മാ ശഅനുല്ലാഹിൽ യൗം. അള്ളാഹു ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഒരാൾ ചോദിച്ചില്ലേ ഗസാലി ഇമാമിനോട്, മാ ശഅനുല്ലാഹിൽ യൗം. ഉത്തരം കിട്ടിയില്ല, ഉത്തരം പ്രയാസപ്പെട്ടു. ആ ചരിത്രം നിങ്ങൾ കേട്ടവരാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്ന ദർശനം പറഞ്ഞു കൊടുത്തു മറുപടി.
യാ അബാ ഹാമിദ്, നിങ്ങളോട് ചോദിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്കണം, അള്ളാഹു ഇപ്പൊ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിന് ഓരോ ആനിലും ഓരോ സെക്കൻഡിലും അള്ളാഹു കാര്യമായൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചെയ്യുന്ന പണി എന്താണെന്നല്ലേ അങ്ങയോട് ചോദിച്ചത്? പറഞ്ഞു കൊടുക്കണം, ഇന്നലില്ലാഹി ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ. കിതാബ് പഠിച്ചവർക്ക് ആശയം പെട്ടെന്ന് മനസ്സിലാവും. അള്ളാഹുവിന് ചില കാര്യങ്ങളുണ്ട്, യുബ്ദീഹ, അവൻ വെളിവാക്കി തരികയാണത്, വലാ യബ്തദീഹ, അത് അപ്പോഴേ തുടങ്ങി പടക്കുകയല്ല. ഉണ്ടായ ഒരു വസ്തുവിനെ കാണത്തക്ക രീതിയിൽ പ്രത്യക്ഷപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്യുന്ന ജോലി. കുറെ ആളുകൾ അള്ളാഹു ഉയർത്തുകയും കുറെ ആളുകൾ അള്ളാഹു താഴ്ത്തുകയും ചെയ്യും. ഇത് ഓരോ സെക്കൻഡിലും അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഓരോ സെക്കൻഡിലും അള്ളാഹു ഒരുപാട് ആളുകൾ ഉയർത്തുന്നുണ്ട്, ഒരുപാട് ആളുകളെ താഴ്ത്തുന്നുണ്ട്. ഈ മറുപടി അസാലിമാമ കൊടുത്തപ്പോഴാ ആ മനുഷ്യൻ പറഞ്ഞത്, യാ അബാ ഹാമിദ് അക്സർ മിനസ് സ്വലാത്തി വസ്സലാം അലാ മൻ അംബഅക ഹാദാ ഫിൽ മനാം. ഇത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പറഞ്ഞു തന്ന ആളിന്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോളൂ എന്ന് ഇമാം ഗസാലി തങ്ങളോട് ചോദിച്ച ആൾ തന്നെ മറുപടി കൊടുത്തതും വലിയൊരു അത്ഭുതമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഇന്നലില്ലാഹി ഉമൂറൻ യുബ്ദീഹാ വലാ യബ്തദീഹാ. അതായത് ഒരു വസ്തുവിനോട് അള്ളാഹുവിന് ഉണ്ടാവുക എന്ന് പറയണമെങ്കിൽ ആ വസ്തു ഉണ്ടായെങ്കിലല്ലേ അതിനോട് പറയാൻ പറ്റൂ. ഇല്ലാത്തൊരു വസ്തുവിനോട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു വസ്തുവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ വസ്തു അവിടെ വേണ്ടേ, അപ്പോഴല്ലേ അതിനോട് പറയാൻ പറ്റൂ. അള്ളാഹുവിന്റെ കണക്കിൽ അത് ഉള്ളത് തന്നെയാണ്. കാരണം അള്ളാഹുവിന്റെ ആലമുൽ ഷഹാദ, നമ്മൾ കാണുന്ന ഈ ലോകം പോലെ അള്ളാഹുവിന്റെ ആലമുൽ മിസാൽ എന്ന് പറയുന്നൊരു ലോകമുണ്ട്. അത് ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. ആലമുൽ മിസാൽ, അവിടെ എല്ലാ സംഗതികളും ഉള്ളതാണ്. അള്ളാഹു പെട്ടെന്ന് സൃഷ്ടിപ്പ് തുടങ്ങുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്. സൃഷ്ടിപ്പ് ചെയ്തു വെച്ച കാര്യങ്ങൾ ആ വസ്തുവിനോട് നീ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് കാണത്തക്ക രീതിയിൽ, മലക്കുകൾക്ക് കാണുന്ന രീതിയിൽ, ജിന്നുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത് പ്രത്യക്ഷത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യുബ്ദീഹ, അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വലാ യബ്തദീഹ, തുടങ്ങി പടക്കുകയല്ല ചെയ്യുന്നത്. അള്ളാഹു അത് പടച്ചു വെച്ചിട്ടുണ്ട് ആലമുൽ മിസാലിൽ, അവിടെ നിങ്ങൾ കൊണ്ടുവരലാണ്. അതുകൊണ്ട് ആ വസ്തുക്കളോടാണ് അള്ളാഹു കുൻ ഉണ്ടാവുക എന്ന് പറയുക. അങ്ങനെ ഉണ്ടായതാണ് സയ്യിദന റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. അങ്ങനെ ഉണ്ടായതാണ് എല്ലാം അമ്പിയാക്കന്മാരും മുഴുവനും. അങ്ങനെ ഉണ്ടായതാണ് സയ്യിദന ആദം നബി അലൈഹിസ്സലാം. അങ്ങനെയാണ് ഹവ്വാ ബീവി. നമ്മളൊക്കെ അങ്ങനെയാണ്. കുൻ എന്ന അള്ളാഹുവിന്റെ വചനം കൊണ്ടുണ്ടായവരാണ്. കുൻ ഫയകൂൻ. ഈ അള്ളാഹുവിന്റെ കഴിവുകളുടെ ലോകം നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? നിങ്ങൾ അള്ളാഹുവിനെ പറ്റി എന്താ മനസ്സിലാക്കിയത്? ആരാണ് സൃഷ്ടാവ്? ആരാണ് ഈ ലോകം പടച്ചവൻ? ഈ റബ്ബിനെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലയോ? നിങ്ങളെ ഞാൻ വെറുതെ പറഞ്ഞയച്ചതല്ല, ഒരു കാര്യമായ ലക്ഷ്യം നേടിയെടുക്കാൻ പറഞ്ഞു വിട്ടതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ജീവിച്ചോ. ഇത് എന്റെ ലോകമാണ്. ഇതൊക്കെ ഇതിന്റെ ഉള്ളിലൂടെ അള്ളാഹു ഇങ്ങനെ പഠിപ്പിക്കുകയാണ്.